ദേശീയപാത തലപ്പാടി ചെങ്കള റീച്ചിലെ നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക്. റോഡ് നിരീക്ഷണത്തിലുള്ള ക്യാമറകൾ ഉടൻ മിഴിതുറക്കും. ക്യാമറകൾ സ്ഥാപിക്കുന്നതിന്റെയും കൺട്രോൾ യൂണിറ്റിന്റെയും പ്രവൃത്തികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ദേശീയപാത 66 കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരം കടമ്പാട്ടുകോണം വരെ 451 കിലോമീറ്റർ ദൂരത്തിൽ സ്മാർട്ട് ക്യാമറകളുടെ നിരീക്ഷണ വലയം ഒരുങ്ങുന്നു. NH വികസനത്തിന്റെ ഭാഗമായി നടപ്പാക്കുന്ന ഓട്ടോമാറ്റിക് ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം അഥവാ ATMS വഴി വാഹനങ്ങളുടെയും യാത്രക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത്. രാജ്യാന്തര നിലവാരത്തിൽ പണി പൂർത്തിയാകുന്ന പാതയുടെ 20 റീച്ചുകളിലായി 451 ക്യാമറകളാണ് സ്ഥാപിക്കുന്നത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമിനാണ് ഇതിന്റെ നിയന്ത്രണ ചുമതല. ഈ മൂന്നാം കണ്ണ് സംവിധാനത്തിലൂടെ അപകട സാധ്യതകൾ മുൻകൂട്ടി തിരിച്ചറിയാനും അപകടങ്ങൾ തടയാനും കഴിയുമെന്ന് അധികൃതർ പറയുന്നു. അപകടമുണ്ടായാൽ അലാറം മുഴങ്ങുകയും 1033 ആംബുലൻസ് നിമിഷങ്ങൾക്കകം സ്ഥലത്തെത്തുകയും ചെയ്യും. രാത്രിയിലോ പകൽ വെളിച്ചത്തിലോ ഒരു അപകടം സംഭവിച്ചാൽ ATMS കൺട്രോൾ റൂമിൽ അലാറം മുഴങ്ങുകയും സ്ക്രീനിൽ ദൃശ്യങ്ങൾ തെളിയുകയും ചെയ്യും. ഉടൻ തന്നെ ടോൾ ഫ്രീ നമ്പറായ 1033 വഴി വിവരം ആംബുലൻസിലേക്ക് കൈമാറും. പിന്നാലെ തന്നെ ആംബുലൻസ് സ്ഥലത്തേക്ക് കുതിച്ചെത്തും. കൂടാതെ മെയിന്റനൻസ് കൺട്രോൾ റൂമിൽ നിന്ന് ക്രെയിൻ, രക്ഷാപ്രവർത്തന ഉപകരണങ്ങൾ എന്നിവയും അയക്കും. തലപ്പാടി ചെങ്കള റീച്ചിൽ ക്യാമറകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലാണ്. കൺട്രോൾ റൂം പ്രവർത്തിക്കുന്ന കെട്ടിട നിർമ്മാണവും പൂർത്തിയായി. അവസാനവട്ട മിനുക്കുമണികൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. അത്യാധുനിക സംവിധാനത്തോടെയാണ് കൺട്രോൾ റൂം സ്ഥാപിക്കുന്നത്. മഞ്ചേശ്വരം ടൗണിന് 500 മീറ്റർ മാറി 3 കെട്ടിടങ്ങളാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന് സമീപമാണ് ട്രക്ക്, ലോറി ഉൾപ്പെടെയുള്ളവ നിർത്തിയിടാനും സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ദേശീയപാത അതോറിറ്റിയിൽ നിന്നും നിർദ്ദേശം ലഭിക്കുന്ന മുറയ്ക്ക് ദേശീയപാതയിലെ ക്യാമറകൾ മിഴിതുറക്കും. ഇതോടെ ഈ അത്യാധുനിക പാതയിലൂടെയുള്ള യാത്ര അതീവ സുരക്ഷിതമാകുമെന്നാണ് കരുതുന്നത്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.